നീതി കിട്ടുമെന്ന് പ്രസിഡന്റിന് വിശ്വാസമുണ്ടോ? എൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞ ഷൈനിക്ക് 100% ഇത്ര നാളുകൊണ്ട് നീതി കിട്ടി. ഒരുപാട് നമ്മൾ ആത്മഹത്യകൾ കണ്ടിട്ടുണ്ട്, സംസ്കാര ശുശ്രൂഷകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ തലേദിവസം ആ വീട്ടിൽ പോയ ആളാണ്. അവിടുത്തെ ആളുകളുടെയും ഇവിടുത്തെ ആളുകളുടെയും പ്രതികരണവും ഷൈനിയോടുള്ള സ്നേഹവും അവർ നല്ല ഭംഗിയായിട്ട് നിർവഹിച്ചു. ചുങ്കത്തിൽ വന്നപ്പോൾ അക്രമവും തെറിയുമ്പോഴൊന്നും ഉണ്ടായില്ലെങ്കിലും ചുങ്കത്തിലും ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെ ഒരു തീരുമാനം എടുത്തു, ഞങ്ങൾ ഷൈനിയെ വേണ്ടാത്ത വീട്ടിലേക്ക് ഞങ്ങൾ കയറി ചെല്ലില്ല. അത് നമ്മുടെ കേരളത്തിൽ തന്നെ സംഭവിക്കാത്ത കാര്യമാണ്. വീട്ടുകാരുടെ അടുത്ത ആൾക്കാരൊക്കെ പോയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്നടങ്കം ആളുകൾ പറഞ്ഞു ഷൈനിയെ പക്ഷേ നമുക്ക് വേണം, ഷൈനി ചുങ്കം പള്ളി വരുമ്പോൾ നമ്മൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. അതൊരു വലിയ അംഗീകാരം തന്നെ, ആര് നോക്കിയാലും കിട്ടില്ല. അതുപോലെ തന്നെ അവിടെ ചെന്നപ്പോഴും അവിടെയുള്ള ഓട്ടോറിക്ഷക്കാരൊക്കെ എൻ്റെ അടുത്ത് വന്നു, ആ പുള്ളിയുടെ ഫോട്ടോ ഇതാ, ബാക്കി കാര്യം ഞങ്ങൾ ചെയ്യാം. ഞാൻ ഒന്നും മിണ്ടിയിൽ നിന്ന് പിന്നെ ബോഡി എടുക്കാൻ ഇവർ ചെന്നപ്പോഴും ഞാൻ വീഡിയോയിലൂടെ കണ്ടു. അത് തന്നെ ഷൈനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരം. അസാധാരണഗതിയിൽ ആത്മഹത്യ ചെയ്തവരെ ആരും സപ്പോർട്ട് ചെയ്യാറില്ല. രണ്ടാമത്തെ കാര്യം, കിട്ടുന്ന ചെറിയ ചെറിയ അറിവുകളൊക്കെ വെച്ച് ആൾക്കാർ കുറ്റം പറയാറുണ്ട്, ഷൈനി ആ 2 പിള്ളേരെയും കൊണ്ട് പോയി ഇന്ന്. ഇവിടുത്തെ സാഹചര്യവും അവിടുത്തെ സാഹചര്യവും ഇപ്പോഴത്തെ കാലഘട്ടവും അനുസരിച്ച് 2 പെൺപിള്ളേരെ മാതാപിതാക്കളുള്ളവരെ പോലും സൂക്ഷിച്ച് വളർത്തുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ സ്ഥാനത്ത് മൂത്ത കൊച്ചിന് 11 വയസ്സായി, അത്യാവശ്യം മിടുക്കൻ 2 പെൺപിള്ളേരാണ്. അപ്പം ഷൈനി അങ്ങോട്ട് പോയാലെന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ എന്നെയും വിളിച്ച് പറയാറുണ്ട്, പിള്ളേരെ ഞങ്ങൾ നോക്കിയാണല്ലോ. പക്ഷേ അതൊന്നും ഒരു അമ്മയെന്ന രീതിയിൽ ഷൈനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ട് 100% ഞാൻ മുതലോ ഇനി എന്ത് നീതി കിട്ടുമെന്നുള്ളത് എനിക്ക് ഉത്തരവില്ല. കാരണം അത് കോടതിയും കേസും ഒക്കെയാണ്. പക്ഷേ ഇതിനകത്ത് കക്ഷി ഷൈനിയാണ്, ഷൈനി ഇല്ലല്ലോ. ഇനി ഇപ്പോൾ ഗാർഹിക പീഡനം അനുഭവിച്ച ആൾ ഷൈനിയാണ്, ഷൈനി ഇല്ല. പിന്നെ ആരൊക്കെ എങ്ങനെയൊക്കെ പറയുമെന്ന് നമുക്കറിയില്ല. പിന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട നീതിപീഠം എടുക്കുന്ന തീരുമാനം എന്തും ആയിക്കോട്ടെ. 100% ഞാനിവിടെ ആൾക്കാരോടും പറയാറുണ്ട്, ഞാൻ ഈ കുടുംബശ്രീ മീറ്റിങ്ങിലൊക്കെ പറയാറുണ്ട്, ഷൈനിക്ക് നീതി ഓൾറെഡി നമ്മൾ ഉദ്ദേശിച്ചേക്കാളും ഇപ്പം എന്നോട് പലരും വിളിച്ചു പറഞ്ഞു നമ്മൾ തീരുമാനിച്ചേക്കുന്നത് വീട്ടിലേക്ക് പോകുന്നില്ല. എനിക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു അങ്ങനെ എല്ലാവരും പോകാതിരിക്കുമെന്ന്. പക്ഷേ ഒരു മനുഷ്യൻ പോലും പോയില്ല കേട്ടോ. തൊട്ട് അയലോക്കത്തുള്ളവർ പോലും ഗേറ്റ് അടച്ചിട്ടു. അവിടെ വേറെ ആരെങ്കിലും വന്നാൽ വണ്ടി കയറിയിടാതെ. എന്നിട്ട് എല്ലാവരും പള്ളിയിൽ പോയിരുന്നു. 10,000 പേര് അവിടെ ഉണ്ടായിരുന്നു. അവിടെ വന്നപ്പോൾ ഏറ്റെടുത്തത് ഇടവക്കാരാണ്. അവരേറ്റെടുത്തുകൊണ്ട് ഭംഗിയായിട്ട് അടക്കി പോന്നു. അപ്പം അതൊരു നീതിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്തടുത്തായി ഒരു 4 മരണം, ബോഡി പുറത്തെടുക്കാൻ മേലാത്ത 3 ഒന്ന് ബിജുവിൻ്റെ, അതുപോലെ ബിജുവിൻ്റെ തന്നെ കൊലപാതകമാണ്. വല്ലാത്തൊരു ദുഷ്പേര് പോലെ വന്നോ തന്നെ അറിയോ. അതിപ്പം തൊട്ടടുത്തടുത്ത് വന്നതുകൊണ്ടൊക്കെയാണ്. ആ ഇടവയ്ക്ക് ഒരു ശാപം കിട്ടിയെന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടു. അതൊന്നും ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. കാരണം ഈ എനിക്ക് തോന്നുന്നു 100-150 കൊല്ലത്തിൽ കൂടുതലായ പള്ളിയാണ്. പല ഇടവയിലും ഇപ്പോൾ എൻ്റെ ഒരു കസിനൊക്കെ താമസിക്കുന്ന പാലായിക്കപ്പുറം 5 പേരെ ഒന്നിച്ചിഞ്ഞ് കൊണ്ടുവന്നത്. അവർ താമസിക്കുന്നത് ഗുജറാത്തിലായിരുന്നു. ഫ്ലാറ്റ് ഇടിഞ്ഞ് പോയി 5 ബോഡി ഒന്നിച്ച് കൊണ്ടുവന്ന് അടക്കി. അതൊന്നും തുറക്കാൻ പറ്റിയില്ല. ഇന്ന ആളാന്ന് പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ. അപ്പം അതൊന്നും ഒരു ഇടവകേനെ അടച്ചോ അല്ലെ അതിൻ്റെ ഒരു ശാപമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആത്മഹത്യ വരെ പള്ളിക്കകത്ത് നടക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് അതിൽ നിന്നൊക്കെ മാറ്റം വന്നു. ബിജുവിൻ്റെ കൊലപാതകമാണ്. അതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ഇതിങ്ങനെ ഉണ്ടായി. പക്ഷേ ഇവർക്ക് പറ്റിയൊരു പരാജയം എന്ന് പറയുന്നത് ഇവരിച്ചിരി അതിബുദ്ധിക്ക് പോയി. ന്യായമായിട്ടും ഷൈനി പോയതാണ്, 9 മാസമായിട്ട് ഇവിടെ ഇല്ല. ഷൈനിക്ക് വീടിനോട് താല്പര്യമില്ല. അപ്പോൾ അവർക്ക് അവിടെ തീരുമാനിച്ചതുപോലെ അവിടെ ആ അടക്കിന് ഇവിടുന്ന് 2 വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് ആൾക്കാർ പോയി ആ അടക്ക് ഭംഗിയായിട്ട് നടത്തിയാനെ ഇവരോട് പോവുക. ഇവരുടെ പോകുമ്പോൾ പേടിക്കാനൊന്നുമില്ല. കാരണം 100 ചില്ലുവാനും പോലീസ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നോബി അവിടെ പോയല്ലോ, ഒന്നും സംഭവിച്ചില്ല, ആരും ഉപദ്രവിച്ചൊന്നുമില്ല, തെറിയൊക്കെ അല്ലേ പറഞ്ഞുള്ളൂ, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഭംഗിയായിട്ട് അങ്ങ് മൃതസംസ്കാരം നടത്തിയിട്ടെങ്കിൽ പോന്നിരുന്നെങ്കിൽ ഇത്രയും ഒരു വികാരം ജനങ്ങൾക്കുണ്ടെന്ന് മാധ്യമങ്ങളിലൂടെ ആരും അറിയില്ലായിരുന്നു. കാരണം ഇവിടെ വന്നപ്പോൾ അതിൻ്റെ 4 ഇരട്ടി ആളും ഷൈനി ജീവിച്ച നാടുമാണ്. ഷൈനി ജീവിച്ച നാട്ടിൽ ഷൈനിയോടുള്ള സ്നേഹവും അവരോടുള്ള പ്രതികരണവും ഞാൻ മനസ്സിലാക്കുന്ന ഇന്ന് വരെ ആരും ഈ വീട്ടുകാർക്കെതിരെ ഷൈനിക്ക് മോശമായിട്ടും പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല. ചേരിക്കാടെയൊക്കെ ബൈറ്റ് ചെയ്യാൻ പലരും എടുത്ത് കണ്ടിട്ടുണ്ട്, അവരാരും പറഞ്ഞിട്ടില്ല. അവർക്ക് പറ്റിയൊരു തെറ്റിദ്ധാരണ അതാണ്. അവർ നല്ല രീതിക്ക് ഷൈനിയെ പൂവൊക്കെ ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് അടക്കി കഴിയുമ്പം കണ്ടോ ഷൈനിയോട് സ്നേഹം ഉണ്ടാകുമെന്ന് തോന്നിയെന്ന് അവർ തെറ്റിദ്ധരിച്ചു. അങ്ങനെ മേക്ക് പോയി. പക്ഷെ അത് അവർക്ക് നെഗറ്റീവായിട്ട് വന്നു. അതുകൂടെ കണ്ടപ്പോഴാണ് പുറത്തുള്ള ആളുകൾ ഷൈനി ആരാ, ഇനി ഷൈനിയെ പറ്റി എന്ത് പറഞ്ഞാലും അവൻ വിശ്വസിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ എന്ത് പറഞ്ഞോട്ടെ. പിന്നെ ഒരു വ്യക്തിയല്ല, ഞാൻ ഇപ്പോഴും പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, നോബി എന്ന് പറയുന്ന ആൾ 1ാം പ്രതിയാണ്, ഒരു സംശയം വേണം. പിന്നെ അതിനകത്ത് ബാക്കിയുള്ള എല്ലാവരും ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് ഇടപെട്ടിട്ടുണ്ട്. വികാരി അച്ഛൻ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? ഇപ്പം പല കേസുകളും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണോ? ഇടവക വികാരി അച്ഛൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു പരാതി വേണമല്ലോ. പഞ്ചായത്ത് മെമ്പറോ പ്രസിഡന്റോ എന്നുള്ള ഇതിൽ എന്നോട് പറയുന്നത് തന്നെ ഇടവക വികാരിയെ നമുക്കിപ്പോൾ ചെന്ന് ഇപ്പോൾ ഷൈനി എന്ന് പറയാം, ഷൈനി എന്ന് പറയാം, അച്ഛൻ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ അച്ഛൻ ഇടപെടാം. ഇപ്പം ഷൈനിയെ വിളിച്ചു നിൻ്റെ വീട്ടിൽ പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാലും ഷൈനി പറയാം ഒന്നുമില്ലെന്നേ പറയുള്ളൂ. ഈ നിലത്തിട്ട് ചവിട്ടുന്ന ഷൈനി, അത് ആ കണ്ട ആൾ എന്നോട് പറഞ്ഞതാണ്. അവരുടെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞു നീ എന്നടാ നോബി കാണിക്കണമെന്ന് ചോദിച്ചപ്പം ഷൈനി പറഞ്ഞതെന്നറിയോ, ഷൈനി പറഞ്ഞു ചേച്ചി നോബി എന്നെ കൊന്നോട്ടെ, ചേച്ചി ഒന്നും മിണ്ടണ്ടെന്നാണ് പറഞ്ഞത്.
നിലത്ത് കിടന്ന് ചവിട്ട് മേടിക്കുമ്പോഴും ഷൈനി പറയുന്ന വാക്കാ, എന്നെ നോവി കൊന്നോട്ടെ, ചേച്ചിയൊന്നും പറയണ്ടെന്ന്. അങ്ങനെയുള്ള ഷൈനി വികാരിയച്ഛൻ്റെ അടുത്ത് പോയി പറയുമോ എന്നെ വീട്ടിൽ ഉപദ്രവിക്കാറുണ്ടെന്ന്? അല്ല, വികാരിയച്ഛൻ അങ്ങനെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മറ്റൊരു അച്ഛൻ അവിടെ ഉള്ള സ്ഥിതിക്ക് അതെനിക്കറിയില്ല. അത് വേണ്ട, ചിലപ്പോൾ ചോദിക്കുമായിരിക്കുമല്ലോ, ഇവർക്ക് അച്ഛനോട് ചോദിച്ചാൽ പറയാമല്ലോ. കുടുംബ കൂട്ടായ്മയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും പറയുന്നല്ലോ, അതിനകത്തൊക്കെ ഒരു പരിധി കൂടുതൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒറ്റ വാക്ക് ഷൈനി ഒരു പരാതിയായിട്ട് പഞ്ചായത്ത് മെമ്പർ എന്നുള്ളതിൽ എന്നോട് പറയുവാണെങ്കിൽ, ജാഗ്രതാ സമിതി എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഒഫീഷ്യൽ സംവിധാനം, അതിനകത്ത് SI മുതൽ വരുന്നത് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് വന്നാൽ നമ്മൾ ഒരു പരാതി അങ്ങോട്ട് കൊടുത്താൽ പിറ്റേ ദിവസം തീരുമാനം ഉണ്ടാവും. സാറിന് അറിയാമല്ലോ, ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അവിടെ ഒരു ഗാർഹിക പീഡനം എന്ന് പറഞ്ഞാൽ ആൾ പ്രതിയാണ്, ഇവരൊക്കെ പ്രതിയാണ്. ഈ തല്ലം ഒഴിവാകും. ഷൈനിക്ക് ആ വീട്ടിൽ ആഹാരം കിട്ടുന്നുണ്ട്, കിടക്കാൻ സൗകര്യമുണ്ട്, ഒരു കുഴപ്പമില്ല. ഷൈനിക്കുള്ളത് മർദ്ദനം മാത്രമേ ഉള്ളൂ. അത് നിന്നാൽ പിന്നെ ഷൈനിക്ക് പ്രശ്നമില്ല, ഷൈനി പിള്ളേരെ നോക്കി സുഖമായിട്ട് ജീവിച്ചോളും. പക്ഷേ അതിന് പോലും ഷൈനി തയ്യാറായില്ല. ഷൈനിക്ക് നോവിയുടെ പേരോ ബേബിച്ചാറിൻ്റെ പേരോ കൊടുത്ത് പരാതി കൊടുക്കാൻ ഷൈനിക്ക് താല്പര്യമില്ല. അമ്മയുടെ പേരും അതെ. അപ്പം അതിനകത്ത് ഷൈനിയുടെ സൈഡ് നിൽക്കാൻ ആരും ഇല്ലെന്നറിയാമെങ്കിലും ഒരുപക്ഷെ ഷൈനിക്ക് ഇനിയൊരു വഷളാക്കണ്ട, എനിക്ക് കിട്ടുന്ന തല്ല് ഞാൻ സഹിച്ചോളാമെന്ന് വിചാരിച്ച് കാണും. എല്ലാം തെളിയിക്കുന്നത് എങ്ങനെയാണ്. പെട്ടെന്ന് ഷൈനി അതിനകത്ത് പോകാനുള്ള കാരണമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്തും ആയിക്കോട്ടെ, ഷൈനിക്കും പിടിച്ചു നിൽക്കാൻ പറ്റും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.